ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറാണ്. ഞാൻ മൂന്നാർക്കുള്ള യാത്രയിലാട്ടോ. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൂന്നാർ എറണാകുളം കൊച്ചി റോഡിൻ്റെ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്, വൈഡനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് EKK ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞ കമ്പനിയാണ്. നിങ്ങൾക്ക് EKK നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മുടെ മാഹി ബൈപ്പാസാണ് EKK ഇൻഫ്രാസ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യം കാണിച്ചു. കാരണം ഇവിടെയൊക്കെ വീതി കൂട്ടിയിട്ടുണ്ട്. ഏകദേശം മിക്കവാറും അടുത്ത കൊല്ലത്തോട് കൂടിയിട്ട് ഇനി മൂന്നാർക്ക് വരാൻ വളരെ അധികം സുഖമായിരിക്കും. കാരണം നല്ല വീതിയുള്ള റോഡൊക്കെ കേട്ടോ. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ നോക്കിയേ, ഈ ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ട് കോൺക്രീറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സൈഡിൽ കേട്ടോ. അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ കോൺക്രീറ്റിൻ്റെ തിണ്ട് കെട്ടി വരുന്നുണ്ട്. നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. റോഡിൻ്റെ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് പഴയ റോഡ് തന്നെയാണ്, പക്ഷെ ഇവിടെ നിന്ന് വീതി കൂട്ടിയിട്ടില്ല. ഞാൻ കാണിച്ചു തരാം, വീതി കൂട്ടിയ സ്ഥലം കാണിച്ചു തരാം. അത്യാവശ്യം നല്ല വീതി തന്നെ ഉണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡ്രൈനേജിൻ്റെ വർക്ക്, പിന്നെ ഇവിടെയൊക്കെ മണ്ണിടിച്ചിട്ട് തടയാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ലാബാണ് വെച്ചിരിക്കുന്നത്. കണ്ട് ഇവിടെ നോക്കിയാൽ നിങ്ങൾ സ്ലാബ്, ഒരു ഭാഗം സ്ലാബ് ഉണ്ട്. ഇവിടെയൊക്കെ ഏകദേശം നല്ല അടിപൊളി റോഡ് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് മൂന്നാർക്ക് ഇനി വരുന്ന സമയത്ത് പണ്ടത്തെ കാലം ഓർമ്മ, നല്ല കുണ്ടും കുഴിയുന്ന റോഡ്, അതിനൊക്കെ ഒരു മാറ്റം. ഏകദേശം ഒരു കൊല്ലം മിക്കവാറും ഇതിപ്പോൾ 2025 ഏപ്രിലാണ്. 2026 നിങ്ങൾ ഇനി മൂന്നാർക്ക് വരുമ്പോൾ നോക്കിക്കൊണ്ട് ഒരു കിടിലൻ റോഡിൽ കാണും. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വീതി കൂട്ടി വരിക കേട്ടോ. ഇവിടെയൊക്കെ പാറ പൊട്ടിക്കുന്നുണ്ട്. അപ്പം നമ്മളെ കേരളത്തിലെ ടൂറിസം അടിപൊളിയായിക്കൊണ്ടിരിക്കുക. ഇനി ഏത് കുന്നും മല നിങ്ങൾക്ക് കയറി വരാൻ നല്ല അടിപൊളി റോഡ് തന്നെയാണ്. കണ്ടോ, ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ കണ്ടോ, ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾ, ഇവിടെയൊക്കെ നിലവിലെ റോഡ് അതാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തേക്കൊക്കെ ഉണ്ടല്ലോ കോൺക്രീറ്റ് വാൾ കെട്ടിപ്പൊന്തിക്കട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീതി വരുന്നതാണ്. പിന്നെ ഈ പ്രദേശത്തൊക്കെ ഫുള്ളായിട്ട് പാറയൊക്കെ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നമ്മളിനി 2026 ആവുന്ന സമയത്ത് മൂന്നാർ ഭാഗത്തേക്ക് വരുമ്പോഴേ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വൈഡനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടു, ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൈഡനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സൈഡിലുള്ള ഡ്രൈനേജ് കേട്ടോ. നോക്കിയാൽ ഈ ഭാഗം കോർണർ ഫുള്ളായിട്ട് മണ്ണെടുത്ത് മാറ്റിയിരിക്കുക കേട്ടോ. എന്നിട്ട് ഡ്രൈനേജ് അത് പ്രീകാസ്റ്റ് ചെയ്തതാണ്, ഇവിടുന്ന് കാസ്റ്റിംഗ് അല്ല, ഇത് കാസ്റ്റ് ചെയ്ത ഡ്രൈനേജാണ്. കണ്ടോ നിങ്ങൾ, ഇത്രയും ഭാഗം ഇനി വർക്ക് നടക്കാനുള്ള. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വൈഡനിങ് പല ഭാഗത്തും നടക്കുന്നുണ്ട്. 124 കിലോമീറ്ററാണ് കൊച്ചി മൂന്നാർ റോഡിൻ്റെ ദൈർഘ്യം. EKK ഇൻഫ്രാസ്ട്രക്ചറാണ് പണികൾ നടത്തുന്നത്. NH 85 ആണിത്. അതുപോലെ തന്നെ നമ്മളെ തൃശ്ശൂർ കുറ്റിപ്പുറം റോഡും EKK ഇൻഫ്രാസ്ട്രക്ചറാണ്. കണ്ട് ഈ സൈഡിലുണ്ടായിരുന്ന കുന്നൊക്കെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് മാറ്റിയിട്ട് വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ റോഡിന് കുറുകെയുള്ള ചെറിയ ചെറിയ കൾവേർട്ടുകളൊക്കെ ഉണ്ട്, അതിൻ്റെ നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ നോക്കിയാൽ നിങ്ങൾ സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ടുണ്ട്. എന്നാലും വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടു, ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാൾ കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. കണ്ടു, ഇവിടെയൊക്കെ ക്രാഷ് ബാരന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനി നടത്തിയിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ റോഡിന് കുറുകെ കൾവേർട്ടിൻ്റെ നിർമ്മാണങ്ങൾ, ഇവിടെ ചെറിയൊരു കൾവേർട്ട് ഉണ്ട്. അപ്പോൾ അത് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, മണ്ണിട്ട് ലെവലാക്കിയിട്ട്. എന്തായാലും ഇതേപോലെ ഹൈ റേഞ്ച് റോഡുകളൊക്കെ വീതി കൂട്ടുന്ന സമയത്ത് ടൂറിസം മേഖല ഒന്നും കൂടി ഉഷാറാവുക ചെയ്യുക. കാരണം പലരും റോഡിൻ്റെ മോശം കാരണം ഈ സ്ഥലത്തേക്കൊക്കെ വരാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇനി നല്ല റോഡുകളാവുമ്പം വിനോദസഞ്ചാരികൾ ഇനിയും ഈ ഭാഗത്തേക്ക് വരും കേട്ടോ, കൂടുതലായിട്ട് വരും. അങ്ങനെ നമ്മളെ മൂന്നാർ ഒന്നും കൂടി അടിപൊളിയാവും. ഇവിടെയൊക്കെ സൈഡിൽ കുന്നുകളാണ്, ആ കുന്നൊക്കെ മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട്, ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോക്കി ഞങ്ങൾ വൈഡനിങ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ വളവുണ്ട്, ആ വളവൊക്കെ കുറച്ചൊന്നും ഇനി കുറയും കേട്ടോ. കണ്ടതിപ്പോൾ റോഡിൻ്റെ സൈഡിൽ വലിയൊരു കുന്നാണ്. ഈ കുന്നിൻ്റെ അവിടെ നോക്കിയാൽ നിങ്ങൾ ഫുള്ള് സ്ലാബുകളാണിത്, ഓരോ സ്ലാബുകൾ വെച്ചിരിക്കുകയാണിത്. കണ്ടോ, സ്ലാബാണിത്, കോൺക്രീറ്റ് സ്ലാബുകൾ ഫുള്ളായിട്ട് ഇങ്ങനെ. എന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ സിമെൻറ്റ് ഇട്ടിരിക്കുകയാണ്. കണ്ടോ, ഇങ്ങനെയാണ് സംവിധാനം. പക്ഷേ ഇതിവിടെ മാത്രമല്ല, വേറെ സ്ഥലത്തുണ്ട്. പക്ഷേ വേറെ സ്ഥലത്ത് ഒക്കെ ചില ഭാഗങ്ങളിൽ കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചിട്ടുണ്ട്, അതിനോട് ചേർന്നിട്ട് ഡ്രൈനേജും ഉണ്ട്. അടിമാലി ഭാഗങ്ങളിൽ എത്താനായി. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾ സൈഡിൽ ഫുള്ളായിട്ട് മണ്ണെടുത്ത് മാറ്റിയിരിക്കട്ടെ റോഡ് വൈഡനിങ്ങിന് വേണ്ടിയിട്ട്. വലിയ വലിയ പാറയാണ്, ആ പാറയൊക്കെ ഫുള്ള് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ചെറിയ തോണ്ട്, അപ്പോൾ ഇവിടെയൊക്കെ ഇനി കൾവേർട്ടുകൾ വരുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ 2 ബസ്സുകൾ വന്നു കഴിഞ്ഞാൽ ഒരുമിച്ച് പോകാൻ പറ്റാത്ത റോഡാണ് ഇതൊക്കെ. ഇനിയിപ്പോൾ എന്തായാലും അതിനൊരു മാറ്റം വരാൻ പോവുകയാണ്.
ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് കോൺക്രീറ്റിൻ്റെ സ്ലാബുകളാട്ടോ, ഫുള്ളായിട്ട്. ഇന്ന് ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ കണ്ട, ഇത് ഫുള്ളായിട്ട് സ്ലാബുകളല്ല, ഇവിടെ കോൺക്രീറ്റ് വാളുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെയൊക്കെ ഒരു ഭാഗത്ത് ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നു. കണ്ടോ, ഇവിടെയൊക്കെ ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ടാറിങ് പൂർത്തീകരിച്ചാട്ടോ. ഏകദേശം ഇത്ര വീതി ഉണ്ടാവും റോഡ്. കണ്ട, സൈഡിൽ കോൺക്രീറ്റ് വാള്, ഡ്രൈനേജ്. അങ്ങനെ നമ്മൾ അടിമാലി ടൗണിലേക്ക് എത്താനായി. അതുപോലെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ കോൺക്രീറ്റ് സ്ലാബുകൾ, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റിൻ്റെ ഈ ഭാഗത്തൊക്കെ എപ്പോഴും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൂന്നാർ തേക്കടി റോഡുണ്ട്, ഗ്യാപ്പ് റോഡ്. ആ ഗ്യാപ്പ് റോഡ് ഇതേമാതിരി പണി ഫുള്ള് കഴിഞ്ഞ കേട്ടോ. അപ്പം ഇവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ വലിയ വലിയ കുന്നൊക്കെയാണ് ഈ സൈഡിലുള്ളത് കേട്ടോ. നോക്കിയേ, ഇവിടെ ഒന്നല്ല, ഇതിൻ്റെ കുറേ മുൻപന്നെ റോഡിൽ ഈ മലേൻ്റെ സൈഡൊക്കെ നോക്കിയാൽ ഫുള്ളായിട്ട് മണ്ണ് എടുത്ത് മാറ്റി കേട്ടോ. എന്നിട്ട് ഇവിടെ വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ പറയുക, കേരളത്തിലെ റോഡുകളൊക്കെ മികച്ച റോഡുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നാഷണൽ ഹൈവേൻ്റെ പണി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, ഗ്രീൻഫീൽഡ് ഹൈവേൻ്റെ പണി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ തീരദേശപാത, മലയോരപാത, അതുപോലെ തന്നെ പല PWD റോഡുകളുടെ നവീകരണം നടക്കുന്നുണ്ട്, പുതിയ പാലങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കേരളം ഒരു എന്താ പറയുക, ഭയങ്കര സംഭവം മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ മാതിരിയൊന്നുമല്ല, നല്ല റോഡുകളാകുമ്പോൾ നമുക്ക് എന്താ പറയുക, പുറത്തുനിന്നൊക്കെ വിദേശത്തു നിന്നൊക്കെ ആൾക്കാർ വരും ചെയ്യും. ഇഷ്ടംപോലെ ആൾക്കാർ ടൂറിസത്തിൻ്റെ കാര്യത്തിന് നമ്മുടെ കേരളം ഒന്നാമതാണ്. പല സ്ഥലത്തും ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു അടിസ്ഥാനമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല റോഡുകളാണ്. അപ്പം ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ മൂന്നാർ റോഡിൻ്റെ ഒരവസ്ഥ. എന്തായാലും അടുത്ത കൊല്ലത്തോട് കൂടിയിട്ട് റോഡ് പണിയൊക്കെ കഴിഞ്ഞ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇതിൽ കൂടെ യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ.